ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. രണ്ട് സിനിമകളുടെ പ്രീസെയിൽ റിപ്പോർട്ടുകളുമായാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെയുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളാണ്. ഒന്ന് ലോക ചാപ്റ്റർ 1ഉം 2 ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് 2ാം ദിവസമാണ് സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1127 ഷോകളിൽ നിന്ന് 49,000-ഓളം ടിക്കറ്റുകളാണ് ഇതിനോടകം വിറ്റുപോയിരിക്കുന്നത്. 15% ഒക്യുപ്പൻസി. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻസ് 84 ലക്ഷം രൂപയാണ്. അതായത് ഇന്ന് വൈകുന്നേരത്തോടെ സിനിമ 1,10,00,000 രൂപയിലേക്ക് എത്തും എന്നുള്ളതാണ്. മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ്. മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു സിനിമ വരുമ്പോൾ അത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ സിനിമ തന്നെയായിരിക്കും. മോഹൻലാൽ, മാളവിക മോഹൻ, സംഗീത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. എന്തായാലും ഇക്കുറി ഓണത്തിന് വലിയ കോമ്പറ്റീഷൻ ഇല്ല. ആകെ 3 സിനിമകളാണ് വരുന്നത്. ഒന്ന് മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വമാണ്, മറ്റൊന്ന് ലോക ചാപ്റ്റർ 1 ആണ്. ഇനി ലോക ചാപ്റ്റർ 1ൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു വരാം. ദുൽഖർ സൽമാൻ്റെ വേഫെയറർ ഫിലിംസാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. കല്യാണി പ്രിയദർശൻ, നസ്ലേൻ, ദുൽഖർ, ടോവിനോ, മോഹൻലാൽ തുടങ്ങിയവർ ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനകത്തിൽ ദുൽഖറും മോഹൻലാലും ഒക്കെ കാമിയോ റോളിലാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാലും സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 931ഓളം ഷോകളിൽ നിന്ന് 20,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 10% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 37 ലക്ഷം രൂപയോളമാണ്. മികച്ച രീതിയിലുള്ള ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. സിനിമയുടെ കളക്ഷനേക്കാളുപരി സിനിമയുടെ ഓരോ ടീസറും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഒരു കാര്യം വെളിവാവുകയാണ്. മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും. ഹൈ ക്വാളിറ്റിയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതായത് ഒരു അന്യഗ്രഹ ജീവി വരുന്നു എന്നുള്ള സ്റ്റൈലിലുള്ള ഒരു സിനിമയാണ്. എന്താണേലും നമ്മൾ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ ഇത് ഒരു വ്യത്യസ്തത പുലർത്തുന്നതും, സിനിമ കത്തുകയാണെങ്കിൽ മലയാളത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്നതും, ഓരോ കാലഘട്ടത്തിലും മലയാളം വ്യത്യസ്ത സിനിമകൾ കൊണ്ടുവരാറുണ്ട്. അതിനകത്തിൽ മറ്റൊരു എപ്പിസോഡ് തുടങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കാത്തിരിക്കുകയാണ്. ഡൊമിനിക് ആരനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.